ശ്രീഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീഗുരുഭ്യോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ക്രിയാമാർഗോപദേശം. കേൾക്ക നീയെങ്കിൽ മൽപൂജാവിധാനത്തിനോർക്കിൽ അവസാനമില്ലെന്നറിക നീ. എങ്കിലും ചൊല്ലുവാനൊട്ടു സംക്ഷേപിച്ചു നിങ്കലുള്ളോരു വാത്സല്യം മുഴുക്കയാൽ തന്നെ ഗൃഹ്യോക്തമാർഗേണ മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോടു മന്ത്രം കേട്ടു സാദരമാചാരപൂർവമാരാധിക്കമാമെടോ. ഹൃൽകമലത്തിങ്കലാകിലുമാം പുനരഗ്നി ഭഗവാങ്കലാകിലുമാമെടോ. അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും സ്തണ്ടിലത്തിങ്കലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമമെത്രയും. വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാതരാൽ മൃല്ലേപനാദിവിധി വഴി കാലേ കുളിക്ക വേണം. ദേഹശുദ്ധയെ മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണാ ശുദ്ധ്യർത്ഥമായി ചെയ്യുക സങ്കൽപ്പമാദിയേ. ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി. സ്നാപനം ചെയ്ക ശിലായാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്ക വേണം പ്രമാർജനം. ഗന്ധ പുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറിക നീ. മുഖ്യപ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദമെനിക്കെന്നറിക നീ. അഗ്നൗ യജിക്ക ഹവിസ്സു കൊണ്ടാദരാലർക്കനെ സ്തണ്ടിലത്തിങ്കലെന്നാകിലോ. മുമ്പിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ. ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാലതിപ്രിയം. ഗന്ധപുഷ്പാക്ഷതഭക്ഷ്യ ഭോജ്യാദികളെന്തു പിന്നെ പറയേണമോ ഞാനെടോ. വസ്ത്രാജിനകുശാദ്യങ്ങളാലാസനമുത്തമമായതു കൽപ്പിച്ചു കൊള്ളണം. ദേവസ്യ സമ്മുഖേ ശാന്തനായി ചെന്നിരുന്നാഭിർമുദാലിപിന്യാസം കഴിക്കണം. ചെയ്ക തത്വന്യാസവും കേശവാദ്യേന ചെയ്ക മമ മൂർത്തിപഞ്ചരന്യാസവും. പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നെ മുമ്പിൽ വാമേ കലശം വച്ചു ദക്ഷിണഭാഗേ കുസുമാദികളെല്ലാം അക്ഷതഭക്ത്യൈവ സംഭരിച്ചിടണം. അർഘ്യപാദ്യപ്രദാനാർത്ഥമായും മധുപർക്കാർത്ഥമാചമനാർത്ഥമെന്നിങ്ങനെ പാത്രചതുഷ്ടയവും വച്ചു കൊള്ളണം.
പേർത്തു മറ്റൊന്നു നിരൂപണം കൂടാതെ. മൽക്കലാം ജീവസംജ്ഞാം തടിതുജ്വലാം ഹൃൽക്കമലേ ദൃഢം ധ്യാനിച്ചു കൊള്ളണം. പിന്നെ സ്വദേഹമഖിലം തയാ വ്യാപ്തമെന്നുറയ്ക്കേണമിളക്കവും കൂടാതെ. ആവാഹയേൽ പ്രതിമാദിഷു മൽക്കലാം ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം. പാദ്യവുമർഘ്യം തഥാ മധുപർക്കമിത്യാദ്യൈ പുനഃസ്നാനവസ്ത്രവിഭൂഷണൈ. എത്രയുണ്ടുള്ളതുപചാരമെന്നാലതത്രയും എനിക്കെന്നതേയുള്ളൂ. ആഗമോക്തപ്രകാരേണ നീരാജനൈർധൂപദീപൈർനിവേദ്യർ ബഹുവിസ്തരൈ. ശ്രദ്ധയാ നിത്യമായർച്ചിച്ചു കൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും ഭുജിക്കുമറിക നീ. ഹോമമഗസ്ത്യോക്തമാർഗകുണ്ടാനലേ മൂലമന്ത്രം കൊണ്ടു ചെയ്യാമതെന്നിയേ. ഭക്ത്യാ പുരുഷസൂക്തം കൊണ്ടു മാമെടോ ചിത്തതാരിങ്കൽ നിനയ്ക്ക കുമാരനീ. ഔപാസനാഗ്നൗ ചരുണാഹ വിഷാദ സോപാധിനാ ചൈകഹോമം മഹ്യാമതേ. തപ്തജാംബൂനതപ്രഖ്യം മഹാപ്രഭം ദീപ്താഭരണവിഭൂഷിതം കേവലം. മാമേവ വന്യമധ്യസ്ഥിതം ധ്യാനിക്ക ഹോമകാലേ ഹൃദി ഭക്ത്യാ ബുധോത്തമൻ. പാരിഷാദാനാം ബലിദാനവും ചെയ്തു ഹോമശേഷത്തെ സമാപയൻ മന്ത്രവിൽ. ഭക്ത്യാ ജപിച്ചു മാം ധ്യാനിച്ചു മൗനിയായി വക്രവാസം നാഗവല്ലീദലാദി ദത്വാ മദഗ്രേ മഹൽപ്രീതിപൂർവകം നൃത്തഗീതസ്തുതിപാഠാദിയും ചെയ്തു. പാദാംബുജേ നമസ്കാരവും ചെയ്തുടൻ ചേതസി മാമുറപ്പിച്ചു വിനീതനായി. മദ്ദത്തമാകും പ്രസാദത്തെയും പുനരുത്തമാങ്കേ നിധായാനന്ദപൂർവകം. രക്ഷമാം ഘോര സംസാരാദിതി മുഹുരുക്വാ നമസ്കാരവും ചെയ്തനന്തരം ഉദ്വസിപ്പിച്ചുടൻ പ്രത്യങ്മഹസിംഗലിത്തം ദിനമനുപൂജിക്കമൽസഖേ. ഭക്തി സംയുക്തനായുള്ള മർത്യൻ മുദാ നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കിൽ. ദേഹനാശേ മമ സാരൂപ്യവും വരുമൈഹിക സൗഖ്യങ്ങളെന്തു ചൊല്ലേണമോ. ഇത്തം മയോക്തം ക്രിയായോഗമുത്തമം. ഭക്ത്യാ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്കിലോ. നിത്യപൂജാഫലമുണ്ടവനെന്നതും ഭക്തപ്രിയനരുൾ ചെയ്താനതു നേരം. ശേഷാംശജാതനാം ലക്ഷ്മണൻ തന്നോടശേഷമിതമരുൾ ചെയ്തോരനന്തരം. മായാമയനായ നാരായണൻ പരൻ മായാമവലംബ്യ ദുഃഖം തുടങ്ങിനാൻ. ഹാ ജനകാത്മജേ സീതേ മനോഹരേ, ഹാ ജഗന്മോഹിനീ നാഥേ മമ പ്രിയേ. ഏവമാദിപ്രലാപം ചെയ്തു നിദ്രയും ദേവദേവന്നു വരാതെ ചമഞ്ഞിതു. സൗമിത്രി തന്നുടെ വാക്യാമൃതം കൊണ്ടു സൗമുഖ്യമോടു വരവും ചില നേരം.
ഹനുമൽ സുഗ്രീവ സംവാദം. ഇങ്ങനെ വാഴുന്ന കാലമൊരു ദിനമങ്ങു കിഷ്കിന്ധാപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോടു പറഞ്ഞു, പവനജനഗ്രേ വണങ്ങി നിന്നേകാന്തമാം വണ്ണം കേൾക്ക കപീന്ദ്ര, നിനക്കു ഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നവ സാദരം. നിന്നുടെ കാര്യം വരുത്തി രഘുത്തമൻ, മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ. പിന്നെ നീയോ നിരൂപിച്ചിലതേതുമെന്നെന്നുടെ മാനസേ തോന്നുന്നിതിന്നഹോ. ബാലി മഹാബലവാൻ കപിപുങ്കവൻ, ത്രൈലോക്യസമ്മതൻ ദേവരാജാത്മജൻ. നിന്നുടെ മൂലം മരിച്ചു ബലാലവൻ, മുന്നമേ കാര്യം വരുത്തിക്കൊടുത്തിതു. രാജ്യാഭിഷേകവും ചെയ്തു മഹാജനപൂജ്യനായി താരയുമായിരുന്നിടു നീ. എത്ര നാളുണ്ടിരിപ്പിങ്ങനെ എന്നതും ചിത്തത്തിലുണ്ടു തോന്നുന്നു ധരിക്ക നീ. അദ്യവാശ്വോ വാ പരശ്വോധവാ തവ മൃത്യു ഭവിക്കുമതിനില്ല സംശയം. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. പർവ്വതാഗ്രേ നിജ സോദരൻ തന്നോടു മുർവീശ്വരൻ പരിതാപേന വാഴുന്നു. നിന്നെയും പാർത്തു പറഞ്ഞ സമയവും വന്നതും നീയോ ധരിച്ചതില്ലേതുമേ. വാനരഭാവേന മാനിനീസക്തനായി പാനവും ചെയ്തു മതിമറന്നന്വഹം. രാപ്പകലുമറിയാതെ വസിക്കുന്ന കോപ്പുകളെത്രയും നന്നിങ്ങനെ അഗ്രജനായ ശക്രാത്മജനെപ്പോലെ നിഗ്രഹിച്ചിടും ഭവാനെയും നിർണയം. അഞ്ജനാനന്ദനൻ തന്നുടെ വാക്കു കേട്ടഞ്ജസാഭീതനായോരു സുഗ്രീവനും ഉത്തരമായവൻ തന്നോടു ചൊല്ലിനാൻ, സത്യമത്രേ നീ പറഞ്ഞതു നിർണയം. ഇത്തരം ചൊല്ലുമമാത്യനുണ്ടെങ്കിലോ പൃഥ്വീശനാപത്തുമെത്തുകയില്ലല്ലോ. സത്വരമെന്നുടെ യാജ്ഞയോടും ഭവാൻ പത്തുദിക്കിങ്കലേക്കുമയച്ചിടണം. സപ്തദ്വീപസ്ഥിതന്മാരായ വാനരസത്തമന്മാരെ വരുത്തുവാനായി ദ്രുതം നേരെ 10,000 കപിവീരരെ പാരാതയൈക്ക സന്ദേശപത്രത്തൊടും. പക്ഷത്തിനുള്ളിൽ വരേണം കപികുലം, പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ വധ്യനവനതിനില്ലൊരു സംശയം. സത്യം പറഞ്ഞാൽ ഇളക്കമില്ലേതുമേ. അഞ്ജനാപുത്രനോടിത്തം നിയോഗിച്ചു മഞ്ജുളമന്ദിരം പുക്കിരുന്നിടിനാൻ. ഭർതൃനിയോഗം പുരസ്കൃത്യ മാരുതപുത്രനും വാനരസത്തമന്മാരെയും 10 ദിക്കിന്നുമയച്ചാനഭിമതദത്തപൂർവം. കപീന്ദ്രന്മാരുമന്നേരം വായുവേഗപ്രചാരേണ കപികുലനായകന്മാരെ വരുത്തുവാനായി മുദാ പോയിതു ദാനമാനാദിതൃപ്താത്മനാ. മായാമാനുഷ്യകാര്യാർത്ഥമതിദ്രുതം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ. ശ്രീരാമൻ്റെ വിരഹതാപം. രാമനും പർവ്വതമൂർധനി ദുഃഖിച്ചു ഭാമിനിയോടും പിരിഞ്ഞു വാഴും വിധൗ
താപേന ലക്ഷ്മണൻ തന്നോടു ചൊല്ലിനാൻ, പാപമയ്യോ മമ കാൺക കുമാര നീ, ജാനകീ ദേവി മരിച്ചിതോ കുത്രചിൽ മാനസതാപേന ജീവിച്ചിരിക്കയോ. നിശ്ചയിച്ചേതുമറിഞ്ഞതുമില്ലല്ലോ കശ്ചിൽ പുരുഷനെന്നോടു സംപ്രീതനായി, ജീവിച്ചിരിക്കുന്നിതെന്നു ചൊല്ലിടുകിൽ കേവലമെത്രയുമിഷ്ടനവൻ മമ. എങ്ങാനുമുണ്ടിരിക്കുന്നതെന്നാകിൽ ഞാനിങ്ങു ബലാൽ കൊണ്ടുപോരുവൻ നിർണയം. ജാനകീ ദേവിയെ കട്ട കള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവൻ, വംശവും കൂടെയൊടുക്കുന്നതുണ്ടൊരു സംശയമേതുമതിനില്ല നിർണയം. എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാനെന്നിനി കാണുന്നു വല്ലഭേ. ചന്ദ്രാനനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനുമാദിത്യനെ പോലെയായിതു. ചന്ദ്ര ശീതാംശുക്കളാൽ അവളെ ചെന്നു മന്ദമന്ദം തലോടിത്തലോടിത്തതാ വന്നു തടവിടുകെന്നെയും സാദരം. നിന്നുടെ ഗോത്രജയല്ലോ ജനകജ. സുഗ്രീവനും ദയാഹീനനത്രേ തുലോം, ദുഃഖിതനാമെന്നെയും മറന്നാനല്ലോ. നിഷ്കണ്ടകം രാജ്യമാശു ലഭിച്ചവൻ മൈക്കണ്ണിമാരോടുകൂടി ദിവാനിശം. മദ്യപാനാസക്തചിത്തനാം കാമുകൻ വ്യക്തം കൃതഘ്നനത്രേ സുമിത്രാത്മജ. വന്നു ശരത്കാലമെന്നതു കണ്ടവൻ വന്നീലയല്ലോ പറഞ്ഞ വണ്ണം സഖേ. അന്വേഷണം ചെയ്തു സീതാധിവാസവുമിന്നേടമെന്നറിഞ്ഞിടുവാനായവൻ, പൂർവോപകാരിയാമെന്നെ മറക്കയാൽ പൂർവനാഗ്മൻ കൃതഘ്നന്മാരിൽ നിർണയം. ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ടു സുഗ്രീവനോർക്ക നീ. കിഷ്കിന്ധയോടും ബന്ധുക്കളോടും കൂടെ മർക്കടശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവിൻ. അഗ്രജമാർഗം ഗമിക്കേണമിന്നിനി സുഗ്രീവനുമതിനില്ലൊരു സംശയം. ഇത്തമരുൾ ചെയ്ത രാഘവനോടധികൃതനായോരു സൗമിത്രി ചൊല്ലിടിനാൻ. വധ്യനായോരു സുഗ്രീവനെ സത്വരം ഹത്വാ വിടകൊൾവനദ്യ തവാന്തികം. ആജ്ഞാപയാശുമാമെന്നു പറഞ്ഞതിപ്രാജ്ഞനായോരു സുമിത്രാതനയനും. ആദായ ചാപതൂണീരഖഡ്ഗങ്ങളും ക്രോധേന ഗന്തുമഭ്യുദ്യതം സോദരം. കണ്ടു രഘൂപതി ചൊല്ലിനാൻ, പിന്നെയുമുണ്ടൊന്നു നിന്നോടിനിയും പറയുന്നു. ഹന്തവ്യനല്ല സുഗ്രീവൻ മമ സഖി, കിന്തു ഭയപ്പെടുത്തിയിടുകെന്നേ വരൂ. ബാലിയെപ്പോലെ നിനക്കും വിരവോടു കാലപുരത്തിന്നു പോകാമറിക നീ. ഇത്തമവനോടു ചെന്നു ചൊന്നാൽ അതിനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗേന വന്നാലതിനനുരൂപമാകൂതമോർത്തു കർത്തവ്യമനന്തരം. ലക്ഷ്മണന്റെ പുറപ്പാട്. അഗ്രജന്മാജ്ഞയാ സൗമിത്രി സത്വരം സുഗ്രീവരാജ്യം
പ്രതി നടന്നിടിനാൻ. കിഷ്കിൻ അഗ്രജന്മാജ്ഞയാ സൗമിത്രി സത്വരം സുഗ്രീവരാജ്യം പ്രതി നടന്നിടിനാൻ. കിഷ്കിന്ധയോടും ദഹിച്ചു പോമിപ്പോഴേ മർക്കടജാതികളെന്നു തോന്നും വണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞനാകുലനജ്ഞാനിയായുള്ള മാനുഷനെപ്പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ടു വർത്തിച്ചു ദുഷ്കൃത ശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ. മുന്നം ദശരഥൻ ചെയ്ത തപോബലം തന്നെ സിദ്ധി വരുത്തിക്കൊടുപ്പാനും പങ്കജ സംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും. പങ്കജ സംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും മാനുഷവേഷം ധരിച്ചു പരാപരനാനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ. നാനാജനങ്ങളും മായയാ മോഹിച്ചു മാനസമജ്ഞാനം സംയുതമാകയാൽ മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു. സർവജഗന്മോഹനാശിനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കൂ യഥാ രാമനായി മാനുഷവ്യാപാരജാതയാം രാമായണാഭിധാമാനന്ദദായിനീം. സത്കഥാമി പ്രപഞ്ചത്തിങ്കലൊക്കവേ വിഖ്യാതയാക്കുവാൻ ആനന്ദപുരുഷൻ. ക്രോധവും മോഹവും കാമവും രാഗവും ഖേദാദിയും വ്യവഹാരാർത്ഥസിദ്ധയേ തത്തൽ ക്രിയാകാലദേശോചിതം നിജചിത്തേ പരിഗ്രഹിച്ചിടിനാനീശ്വരൻ. സത്വാദികളാം ഗുണങ്ങളിൽ താൻ അനുരക്തനെപ്പോലെ ഭവിക്കുന്നു നിർഗുണൻ. വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിജ്ഞാനശക്തിമാനവ്യക്തനദ്വയൻ. കാമാദികളാലവിലിപ്തനവ്യയൻ വ്യോമവത് വ്യാപ്തനനന്ദനനാമയൻ. ദിവ്യമുനീശ്വരന്മാർ സനകാദികൾ സർവാത്മകനെ ചിലരറിഞ്ഞിടുവോർ. നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്കു സമ്യക് പ്രബോധമുണ്ടാമെന്നു ചൊല്ലുന്നു. ഭക്തചിത്താനുസാരേണ സഞ്ജായതേ മുക്തിപ്രദൻ മുനിവൃന്ദനിഷേവിതൻ. കിഷ്കിന്ധയാം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറുഞാണുലിയിട്ടിതു. മർക്കടന്മാരവനെ കണ്ടു പേടിച്ചു ചക്രു കിലുകില ശബ്ദം പരവശാൽ. വക്രോപരി പാഞ്ഞു കല്ലും മരങ്ങളും വിഭ്രമത്തോടു കയ്യിൽ പിടിച്ചേവരും. പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടിത്തുടങ്ങിനാരങ്ങുമിങ്ങും ദ്രുതം. മർക്കടക്കൂട്ടത്തെയൊക്കെ ഒടുക്കുവാനുൾക്കാമ്പിലഭ്യുദ്യതനായ സൗമിത്രി വില്ലും കുഴിയെ കുലച്ചു വലിച്ചിതു. ഭല്ലൂകവൃന്ദവും വല്ലാതെയായിതു. ലക്ഷ്മണനാഗതനായതറിഞ്ഞത തൽക്ഷണമംഗതനോടി വന്നിടിനാൻ. ശാഖാമൃഗങ്ങളെ ആട്ടിക്കളഞ്ഞു ഞാനേകനായി ചെന്നു നമസ്കരിച്ചിടിനാൻ. ശാഖാമൃഗങ്ങളെ ആട്ടിക്കളഞ്ഞു താനേകനായി ചെന്നു നമസ്കരിച്ചിടിനാൻ. പ്രീതനായ ശ്ലേഷവും ചെയ്തവനോടു
ജാതമോദം സുമിത്രാത്മജൻ ചൊല്ലിനാൻ. ഗച്ഛ വത്സത്വം പിതൃവ്യനെ കണ്ടു ചൊല്ലിച്ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നാശു നീ. ഇച്ഛയായുള്ളതു ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാൽ അനർത്ഥമവിളംബിതം വരും. ഉഗ്രനാമഗ്രജനെന്നോടരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ ക്ഷണാൽ. അഗ്രജമാർഗം ഗമിക്കേണമെന്നുണ്ടു സുഗ്രീവനുൾക്കാമ്പിലെങ്കിലതേ പോരും എന്നരുൾ ചെയ്തതു ചെന്നു പറകെന്നു ചൊന്നതു കേട്ടൊരു ബാലിതനയനും. തന്നുള്ളിലുണ്ടായ ഭീതിയോടും അവൻ ചെന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ. കോപേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരദ്വാരിപുറത്തു ഭാഗത്തിനി. കാപേയഭാവം കളഞ്ഞു വന്ദിക്ക ചെന്നാപത്തതല്ലായ്കിലുണ്ടായി വരും ദൃഢം. സന്ത്രസ്തനായ സുഗ്രീവനതു കേട്ടു മന്ത്രിപ്രവരനാം മാരുതി തന്നോടു ചിന്തിച്ചു ചൊല്ലിനാൻ. അംഗദനോടു കൂടന്തികെ ചെന്നു വന്ദിക്ക സൗമിത്രിയെ. സാന്ത്വനം ചെയ്തു കൂട്ടിക്കൊണ്ടു പോരിക ശാന്തനായോരു സുമിത്രാതനയന്. മാരുതിയെ പറഞ്ഞേവമയച്ചത താരയോടർക്കാത്മജൻ പറഞ്ഞിടിനാൻ. താരാധിപാനനെ പോകേണമാശു നീ താരേ മനോഹരേ. ലക്ഷ്മണൻ തന്നെ ചാരത്തു ചെന്നു കോപത്തെ ശമിപ്പിക്ക സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങു പോന്നെന്നെയും വേഗേന കാട്ടിക്കലുഷഭാവത്തെയും നീക്കണം. ഇത്തമർക്കാത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യകക്ഷ്യാം പ്രവേശിച്ചു നിന്നിടിനാൾ. താരാതനയനും മാരുതിയും കൂടി ശ്രീരാമസോദരൻ തന്നെ വണങ്ങിനാൻ. ഭക്ത്യാ കുശല പ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയോടഞ്ജനാനന്ദനൻ ചൊല്ലിനാൻ. എന്തു പുറത്തു ഭാഗേ നിന്നരുളുവാനന്തഃപുരത്തിലാം മാറെഴുന്നള്ളണം. രാജതാരങ്ങളെയും നഗരാഭയും രാജാവു സുഗ്രീവനെയും കനിവോടു കണ്ടു പറഞ്ഞാലനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമെല്ലാം ദ്രുതം. ഇത്തം പറഞ്ഞു കയ്യും പിടിച്ചാശു സൗമിത്രിയോടും മന്ദമന്ദം നടന്നിതു. യൂതപന്മാർ മരുവീടും മണിമയ സൗധങ്ങളും പുരീശോഭയും കണ്ടു കണ്ടാനന്ദമുൾക്കൊണ്ടു മധ്യകക്ഷ്യാം ചെന്നു മാനിച്ചു നിന്ന നേരത്തു കാണായി വന്നു. താരേശതുല്യമുഖിയായ മാനിനി താരാ ജഗന്മനോമോഹിനി സുന്ദരി. ലക്ഷ്മി സമാനയായി നിൽക്കുന്ന തന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി മന്ദസ്മിതം പൂണ്ടു ചൊന്നാളഹോ തവ മന്ദിരമായതിതെന്നറിഞ്ഞില്ലയോ. ഭക്തനായത്രയുമുത്തമനായി തവ ഭൃത്യനായോരു കപീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവനെന്തൊരു ഗതി. ചാപല്യമേറുമിജ്ജാതികൾക്കോർക്കണം. മർക്കടവീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചിരുന്നു ദീനനായി.
ഇക്കാലമാശുഭവൽകൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാനതു വിപരീതമാക്കിയിടായ്ക വേണം ദയാനിധേ ഭക്തപരായണ. നാനാദിഗന്ധരം തോറും മരുവുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ 10 സഹസ്രം ദൂതന്മാരെ വിട്ടിതു 10 ദിക്കിന്നും കപികുലപ്രൗഢരും വന്നു നിറഞ്ഞതു കാണിവിടെ പുനരൊന്നിനും ദണ്ഡമിനിയില്ല നിർണയം. നക്തഞ്ചരകുലമൊക്കെ ഒടുക്കുവാൻ ശക്തരത്രേ കപിസത്തമന്മാരെല്ലാം. പുത്രകളത്രമിത്രാന്യുതനാകിയ ഭൃത്യനാം സുഗ്രീവനെ കണ്ടവനുമായി ശ്രീരാമദേവപാദാംബുജം വന്ദിച്ചു കാര്യവുമാശു സാധിക്കാമറിഞ്ഞാലും. താരാവചനമേവം കേട്ടു ലക്ഷ്മണൻ പാരാതെ ചെന്നു സുഗ്രീവനെയും കണ്ടു. സത്രപം വിത്രസ്തനായ സുഗ്രീവനും സത്വരമുത്ഥാനവും ചെയ്തു വന്ദിച്ചു മത്തനായി വിഹ്വലിതേക്ഷണാം കപിസത്തമനെ കണ്ടു കോപേന ലക്ഷ്മണൻ മിത്രാത്മജനോടു ചൊല്ലിനാൻ നീ രഘുസത്തമൻ തന്നെ മറന്നതെന്തിങ്ങനെ. വൃത്രാരിപുത്രനെ കൊന്ന ശരമാര്യപുത്രൻ കരസ്ഥിതമെന്നുമറിക നീ. അഗ്രജമാർഗം ഗമിക്കയിലാഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാഥനരുൾ ചെയ്തു. ഇത്തരം സൗമിത്രി ചൊന്നതു കേട്ടതിനുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ. ഇത്തമരുൾ ചെയ്വതിനെന്തു കാരണം ഭക്തനേറ്റം പുരുഷോത്തമങ്ങൾ കപിസത്തമനോർക്കിൽ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ല കപീശ്വരൻ. രാമകാര്യാർത്ഥമുണർന്നിരിക്കുന്നിതു താമസമെന്നിയേ വാനരപുങ്കവൻ വിസ്മൃതനായിരുന്നിടുകയല്ലേതും വിസ്മയമാം മാറു കണ്ടീലയോ ഭവാൻ. വേഗേന നാനാദിഗന്ധരത്തിങ്കൽ നിന്നാഗതന്മാരായ വാനരവീരരെ ശ്രീരാമകാര്യമശേഷേണ സാധിക്കുമാമയമെന്നിയേ വാനരനായകൻ. മാരുതി ചൊന്നതു കേട്ടു സൗമിത്രിയുമാരൂഢലജ്ജനായി നിൽക്കും ദശാന്തരേ. സുഗ്രീവനർഘ്യപാദ്യാദ്യേന പൂജ ചെയ്ത അഗ്രഭാഗേ വീണു വീണ്ടും വണങ്ങിനാൻ. ശ്രീരാമദാസോഹമാഹന്ത രാഘവകാരുണ്യശ്ലേഷേന രക്ഷിതനദ്യ ഞാൻ. ലോകത്രയത്തെ ക്ഷണാർദ്ധമാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ. സേവാർത്ഥമൂർക്കിൽ സഹായമാത്രം ഞങ്ങളേവരും തന്നിയോഗത്തെ വഹിക്കുന്നു. ആർക്കാത്മജന്മൊഴി കേട്ടു സൗമിത്രിയും ഉൾക്കാമ്പഴിഞ്ഞവനോട് ചൊല്ലിടിനാൻ. ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതുമൊക്കെ ക്ഷമിക്ക മഹാഭാഗനല്ലോ നീ. നിങ്കൽ പ്രണയമധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞിതു ഞാനെടോ. വൈകാതെ പോക വനത്തിനു നാമിനി രാഘവൻ താനേ വസിക്കുന്നിതുമെടോ. സുഗ്രീവൻ ശ്രീരാമസന്നിധിയിൽ അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം ഇങ്ങിനി പാർക്കയില്ലെന്നു സുഗ്രീവനും തേരിൽ കരേറി സുമിത്രാത്മജനുമായി ഭേരി മൃദംഗശംഖാദിനാദത്തുടും അഞ്ജനാപുത്ര നീലാംഗദാദ്യൈരലമഞ്ജസാ വാനരസേനയോടും തഥാ ചാമരശ്വേതാതപത്രവ്യജനവും സാമരസൈന്യനാ കണ്ഡലനെപ്പോലെ
രാമൻ തിരുവടിയെ ചെന്നു കാൺമതിന്നാമോദമോടു നടന്നു കപിവരൻ. ഗഹ്വരദ്വാരി ശിലാതലേ വാഴുന്ന വിഹ്വലമാനസം ചീരാജിനധരം ശ്യാമം ജടാമകുടോജ്വലം മാനവം രാമം വിശാലവിലോലവിലോചനം ശാന്തം മൃദുസ്മിതചാരുമുഖാംബുജം കാന്താവിരഹസന്തപ്തം മനോഹരം കാന്തം മൃഗപക്ഷിസഞ്ജയസേവിതം ദാന്തം മുദാ കണ്ടു ദൂരാൽ കപിവരൻ. തേരിൽ നിന്നാശു താഴത്തിറങ്ങിടിനാൻ വീരനായോരു സൗമിത്രിയോടും തഥാ ശ്രീരാമപാദാരവിന്ദാന്തികേ വീണു പൂരിച്ച ഭക്ത്യാ നമസ്കരിച്ചിടിനാൻ. ശ്രീരാമദേവനും വാനരവീരനെ കാരുണ്യമോടു ഗാഠം പുണർന്നിടിനാൻ. സൗഖ്യമല്ലീ ഭവാനെന്നുര ചെയ്തുടനൈക്യഭാവേന പിടിച്ചിരുത്തിയിടിനാൻ. ആതിഥ്യമായുള്ള പൂജയും ചെയ്തളവാദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുലോം. ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ചിതന്നേരം വന്നു നിൽക്കുന്ന കപികുലത്തെ കനിഞ്ഞൊന്നു തൃക്കൺ പാർത്തരുളേണമാദരാൽ. തൃക്കാൽക്കൽ വേല ചെയ്തിടുവാൻ തക്കൊരു മർക്കടവീരരി കാണായതൊക്കവേ നാനാകുലാചല സംഭവന്മാരിവർ. നാനാസരിദ്വീപശൈല നിവാസികൾ പർവ്വത തുല്യ ശരീരികളേവരുമുർവീപതേ കാമരൂപികളെത്രയും. ഗർവം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവാംശ സംഭവന്മാരിവരാകയാൽ ദേവാരികളെ ഒടുക്കുമിവരിനി. കേച്ചിൽ ഗജബലന്മാരിതിലുണ്ടു താൻ കേച്ചിൽ ഗജശക്തിയുള്ളോരുണ്ടു. കേചിതമിത്ത പരാക്രമമുള്ളവർ കേച്ചിൻ മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും കേച്ചിൻ മഹേന്ദ്ര നീലോപലരൂപികൾ കേച്ചിൽ കനക സമാന ശരീരികൾ കേചന രക്താന്തനേത്രം ധരിച്ചവർ കേചന ദീർഘവാലന്മാരതാപരേ ശുദ്ധസ്ഫടിക സങ്കാശ ശരീരികൾ. യുദ്ധവൈദഗ്ധ്യമിവരോളമില്ലാർക്കും നിങ്കഴൽ പങ്കജത്തിങ്കലുറച്ചവർ സംഖ്യയില്ലാതോളമുണ്ടു കപിബലം. മൂലഫലദല പക്വാശനന്മാരായി ശീലഗുണമുള്ള വാനരന്മാരിവർ താവകാജ്ഞാകാരികളെന്നു നിർണയം. ദേവദേവേശരഘുകുലപുങ്കവ ഋക്ഷകുലാധിപനായുള്ള ജാംബവാൻ പുഷ്കര സംഭവപുത്രനിവനല്ലോ. കോടിഭല്ലൂകവൃന്ദാധിപതി മഹാപ്രൗഢമതി ഹനുമാനിവനെന്നുടെ മന്ത്രിവരൻ മഹാസത്വപരാക്രമൻ ഗന്ധവാഹാത്മജനീശാംശ സംഭവൻ നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ദീർഘവാലതി പൂണ്ടവൻ മൈന്ദൻ വിവിധനും കേസരി മാരുതി താതൻ മഹാബലിവീരൻ പ്രമാതി ശരഭൻ സുഷേണനും ശൂരൻ സുമുഖൻ ദധിമുഖൻ ദുർമുഖൻ ശ്വേതൻ വലിമുഖനും ഗന്ധമാദനൻ താരൻ വൃഷഭൻ നളൻ വിനതൻ മമ താരാതനയനാമംഗതനിങ്ങനെ ചൊല്ലുള്ള വാനരവംശരാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലാതോളമുണ്ടല്ലോ.
വേണുന്നതെന്തെന്നിവരോടു അരുൾ ചെയ്യുക. വേണമെന്നാലിവർ സാധിക്കുമൊക്കവേ. സുഗ്രീവവാക്യമിത്തം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു. സന്തോഷപൂർണാശ്രുനേത്രാംബുജത്തോടുമന്തർഗതമരുൾ ചെയ്തിതു രാഘവൻ സാദരം. മൽക്കാര്യഗൗരവം നിങ്കലും നിർണയമുൾക്കാമ്പിലോർത്തു കർത്തവ്യം കുരുഷ്വ നീ. ജാനകീമാർഗണാർത്ഥം നിയോഗിക്ക നീ വാനരവീരരെ നാനാദിശി സഖേ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരനയച്ചിതു നാലു ദിക്കിങ്കലും 100,000 കപിവീരന്മാർ പോകണമോരോ ദിശി പടനായകന്മാരോടും. പിന്നെ വിശേഷിച്ചു ദക്ഷിണ ദിക്കിനത്യുന്നതന്മാർ പലരും പോയി തിരയണം. അംഗദൻ ജാംബവാൻ മൈന്ദൻ വിവിധനും തുങ്കൻ നളനും ശരഭൻ സുഷേണനും വാതാത്മജൻ ശ്രീഹനുമാനുമായി ചെന്നു ബാധയൊഴിഞ്ഞുടൻ കണ്ടുവന്നിടണം. അത്ഭുതഗാത്രിയെ നീളത്തിറഞ്ഞിങ്ങു 30 നാളിനകത്തു വന്നിടണം. ഉൽപ്പലപത്രാക്ഷി തന്നെയും കാണാതെ 30 നാൾ കഴിഞ്ഞിങ്ങു വരുന്നവൻ. പ്രാണാന്തികം ദണ്ഡമാശു ഭുജിക്കണമേണാംഗശേഖരൻ തന്നാണി നിർണയം. 4 കൂട്ടത്തോടുമിത്തം നിയോഗിച്ചു കാലമേ പോയാലുമെന്നയച്ചിടിനാൻ. രാഘവൻ തന്നെ തൊഴുതരികെ ചെന്നു ഭാഗവതോത്തമനുമിരുന്നിടിനാൻ. ഇത്തം കവികൾ പുറപ്പെട്ട നേരത്തു ഭക്ത്യാ തൊഴുതിതു വായുതനയനും. അപ്പോൾ അവനെ വേറെ വിളിച്ചാദരാൽ അത്ഭുത വിക്രമൻ താനുമരുൾ ചെയ്തു. മാനസേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിടിതു സഖേ. രാമനാമാങ്കിതമാമങ്കുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി. എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയേ മറ്റാരുമില്ലെന്നു നിർണയം. പിന്നെ അടയാള വാക്കുമരുൾ ചെയ്തു മന്നവൻ പോയാലുമെന്നയച്ചിടിനാർ. ലക്ഷ്മി ഭഗവതിയാകിയ സീതയാം പുഷ്കരപത്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോഭരനായ രാവണൻ വാഴുന്ന ദക്ഷിണ ദിക്കു നോക്കി കപി സഞ്ജയം. ലക്ഷവും വൃത്രാരിപുത്രതനയനും പുഷ്കര സംഭവപുത്രനും നീലനും പുഷ്കര ബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കടസേനാപതികളുമായി ദ്രുതം നഗര ഗ്രാമദേശങ്ങൾ കാനന രാജ്യപുരങ്ങളിലും തഥാ തത്രൈവ തിരഞ്ഞതി സത്വരം നീളെ നടക്കും ദശാന്തരേ. ഗന്ധവാഹാത്മജനാദികളൊക്കവേ വിന്ധ്യാചലാടവി പുക്കു തിരയുമ്പോൾ ഘോരമൃഗങ്ങളെയും കൊന്നു തിന്നതിക്രൂരനായോരു നിശാചരവീരനെ കണ്ടു വേഗത്തോടടുത്താരിതു ദശകണ്ഠനെന്നോർത്തു കപിവരന്മാരെല്ലാം നിഷ്ഠുരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടനെ പെട്ടെന്നു നഷ്ടമാക്കിയിടിനാർ. പങ്ക്തിമുഖനല്ലിവനെന്നു മാനസേ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ.
സ്വയം പ്രഭാഗതി. അന്ധകാരാരണ്യമാശു പുക്കിയിടിനാനന്തരാദാഹവും വർദ്ധിച്ചിതേറ്റവും. ശുഷ്കകണ്ഠോഷ്ടതാലുപ്രദേശത്തൊടും മർക്കടവീരരുണങ്ങി വരണ്ടൊരു ജിഹ്വയോടും നടക്കുന്ന നേരത്തൊരു ഗഹ്വരം തത്ര കാണായി വിധിവശാൽ. വല്ലീ തൃണഗണച്ഛന്നമായൊന്നതിലില്ലയല്ലീ ജലമെന്നോർത്തു നിൽക്കുമ്പോൾ. ആർദ്രപക്ഷ ക്രൗഞ്ച ഹംസാദി പക്ഷികളൂർധ്വദേശേ പറന്നാരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലകണം. മർക്കടന്മാരുമതു കണ്ടു കൽപ്പിച്ചാർ, നല്ല ജലമിതിലുണ്ടെന്നു നിർണയമെല്ലാവരും നാം ഇതിലിറങ്ങിയിടുക എന്നു പറഞ്ഞൊരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൻ. മറ്റുള്ളവർകളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാഞ്ഞിതിരിട്ടുകൊണ്ട് അന്നേരം അന്യോന്യമൊത്തു കയ്യും പിടിച്ചാകുലാൽ ഖിന്നതയോടും നടന്നു പോയി. ചെന്നാരതീവ ദൂരം തത്ര കണ്ടിതു മുന്നിലാമാറതി ധന്യദേശസ്ഥലം. സ്വർണമയം മനോമോഹനം കാൺമവർ കണ്ണിനുമേറ്റമാനന്ദകരം പരം. വാപികളുണ്ടു മണിമയവാരിയാലാപൂർണകളായ തീവ വിശദമായി. പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടു കൽപ്പദ്രുമതുല്യമായി. പീയൂഷസാമ്യമധുദ്രോണ സംയുത പേയ ഭക്ഷ്യാന്ന സംഹിതങ്ങളായുള്ള വസ്ത്രങ്ങളുണ്ടു പലതരം തത്രൈവ വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായി. മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗേഹോപമം. തത്ര ഗേഹേ മണികാഞ്ചനവിഷ്ടരേ ചിത്രാകൃതി പൂണ്ടു കണ്ടൊരുത്തിയെ യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ടു യോഗിനി നിശ്ചല ധ്യാന നിരതയായി. പാവകജ്വാലാസമാഭ കലർന്നതി പാവനയായ മഹാഭാഗയെ കണ്ടു തൽക്ഷണേ സന്തോഷപൂർണ മനസ്സൊടു ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാർ. ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനി താനും അവരോടു ചൊല്ലിനാൾ, നിങ്ങളാരാകുന്നതെന്നു പറയണമിങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം. എങ്ങനെ മാർഗമറിഞ്ഞവാർ എന്നതും എങ്ങനെ പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടൊരു വായുതനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ. വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ. ഉത്തര കോസലത്തിങ്കൽ അയോധ്യ എന്നുത്തമമായൊണ്ടൊരു പുരിഭൂതലേ. തത്രൈവ ബാണു ദശരഥനാം നൃപൻ പുത്രരുമുണ്ടായി ചമഞ്ഞിതു 4 പേർ. നാരായണ സമൻ ജ്യേഷ്ഠനവർകളിൽ ശ്രീരാമനാകുന്നതെന്നുമറിഞ്ഞാലും താതാജ്ഞയാ വനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിപിനസ്ഥലേ മോദേന വാഴുന്ന കാലമൊരു ദിനം ദുഷ്ടനായുള്ള ദശാസ്യ നിശാചരൻ കട്ടുകൊണ്ടാശു പോയിടിനാൻ പത്നിയെ. രാമനും ലക്ഷ്മണനാകുമനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തിതു തമ്മിലന്യോന്യമായി.
എന്നതിന്നഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവനും രാജ്യവും നൽകിനാൻ. ശ്രീരാമനുമതിൻ പ്രത്യുപകാരമായ ആരാഞ്ഞു സീതയെ കണ്ടുവരികെന്നു വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചിതെല്ലാടവും. ദക്ഷിണദിക്കിലന്വേഷിപ്പതിനൊരു കപിവരന്മാരുണ്ടു ഞങ്ങളും. ദാഹം പൊറാഞ്ഞു ജലകാംക്ഷയാ വന്നു മോഹേന ഗഹ്വരം പുക്കിതറിയാതെ. ദൈവവശാലിവിടെ പോന്നു വന്നിഹ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും. ആരെന്നതും ഞങ്ങളേതുമറിഞ്ഞില്ല, നേരെ അരുൾ ചെയ്ക വേണമതും ശുഭേ. യോഗിനി താനുമതു കേട്ടവരോടു വേഗേന മന്ദസ്മിതം പൂണ്ടു ചൊല്ലിനാൾ. പക്വഫലമൂലജാലങ്ങളൊക്കെ ഭക്ഷിച്ചമൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിനെന്നാൽ മമ വൃത്താന്തമാദിയെ ചൊല്ലിത്തരുവൻ ഞാൻ. എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവീ സമീപം പുക്കുബന്ധാഞ്ജലി പൂണ്ടു നിന്നോരനന്തരം. ചാരുസ്മിതപൂർവമഞ്ജസാ യോഗിനി മാരുതിയോടു പറഞ്ഞു തുടങ്ങിനാൾ. വിശ്വമോഹനരൂപിണിയാകിയ വിശ്വകർമാത്മജാ ഹേമാ മനോഹരി, നൃത്തഭേദം കൊണ്ടു സന്തുഷ്ടനാക്കിനാൾ മുക്തേന്ദുശേഖരൻ തന്നെ. അതുമൂലം ദിവ്യപുരമിതം നൽകിനാൻ ഈശ്വരൻ ദിവ്യസംവത്സരാണാമയുധായുധം. ഉത്സവം പൂണ്ടു വസിച്ചാളിഹ പുരാ തൽസഖി ഞാനിഹ നാംനാ സ്വയം പ്രഭാ. സന്തതം മോക്ഷമപേക്ഷിച്ചിരിപ്പോരു ഗന്ധർവപുത്രി സദാ വിഷ്ണു തൽപരാ. ബ്രഹ്മലോകം പ്രവേശിച്ചിതു ഹേമയും നിർമ്മലഗാത്രിയുമെന്നോടു ചൊല്ലിനാൾ. സന്തതം നീ തപസ്സും ചെയ്തിരിക്കടോ, ജന്തുക്കളത്ര വരികയുമില്ലല്ലോ. ത്രേതായുഗേ വിഷ്ണുനാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി. ഭൂഭാരനാശനാർത്ഥം വിപിനസ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരേ. ശ്രീരാമപത്നിയെ കട്ടുകൊള്ളുമതി ക്രൂരനായിടും ദശാനനക്കാലം. ജാനകീദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻ ഗുഹാമന്ദിരേ. സൽക്കരിച്ചിടവരെ പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്കുപകാരവും ചെയ്തു പോയി. ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണ സ്വാമി തന്നെ രഘൂത്തമൻ. ഭക്ത്യാ പരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപദം യോഗിഗമ്യം സനാതനം. ആകയാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗേന കാൺമതിനായി കൊണ്ടുപോകുന്നു. നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ. നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവിൻ. ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാർ. സത്വരം പൂർവസ്ഥിതാടവിപുക്കിതു ചിത്രം വിചിത്രം വിചിത്രമെന്നോർത്തവർ പദ്ധതിയൂടെ നടന്നു തുടങ്ങിനാർ. സ്വയം പ്രഭാസ്തുതി. യോഗിനിയും ഗുഹാവാസമുപേക്ഷിച്ചു യോഗേശ സന്നിധി പുക്കാളതിദ്രുതം. ലക്ഷ്മണ സുഗ്രീവ സേവിതനാകിയ ലക്ഷ്മീശനെ കണ്ടു കൃത്വാ പ്രദക്ഷിണം. ഭക്ത്യാ സഗദ്ഗദം രോമാഞ്ചസംയുതം നത്വാ മുഹുർമുഹുർസ്തുത്വാ ബഹുവിധം. ദാസീതവാഹം രഘുപതേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമദയാനിധേ.
കാൺമതിനായി കൊണ്ടുവന്നേനിവിടെ ഞാൻ സാമ്യമില്ലാതെ ജഗൽപദേ ശ്രീപദേ. ഞാനനേകായിരം സംവത്സരം തവ ധ്യാനേന നിത്യം തപസ്സു ചെയ്തിടിനേൻ. മധ്യൈവ നൂനം ഫലിതം തദ്രൂപസന്ദർശനാർത്ഥം തപോബലമധ്യൈവ നൂനം ഫലിതം രഘുപതേ. ആദ്യനായോരു ഭവന്തം നമസ്യാമി വേദ്യനല്ലാരാലുമേ ഭവാൻ നിർണയം. അന്തർബഹിർസ്ഥിതം സർവഭൂതേഷ്വപി സന്തമലക്ഷ്യമാദ്യന്തഹീനം പരം. മായായവനികാച്ഛന്നനായി വാഴുന്ന മായാമയനായ മാനുഷവിഗ്രഹൻ. അജ്ഞാനികളാലറിഞ്ഞുകൂടാത്തൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം. ഭാഗവതന്മാർക്കു ഭക്തിയോഗാർത്ഥമായി ലോകേശമുഖ്യാമരൗഘമർത്തിക്കയാൽ ഭൂമിയിൽ വന്നവതീർണനാം നാഥനെ താമസിയായ ഞാനെന്തറിയുന്നതും. സച്ചിന്മയം തവ തത്വം ജഗത്രയേ കശ്ചിൽ പുരുഷനറിയും സുഹൃതിനാം. രൂപം തവേദം സദാ ഭാതു മാനസേ താപസാന്തസ്ഥിതം താപത്രയാപഹം. നാരായണ തവ ശ്രീപാദദർശനം ശ്രീരാമമോക്ഷൈകദർശനം കേവലം. ജന്മമരണഭീതാനാമദർശനം സന്മാർഗദർശനം വേദാന്തദർശനം. പുത്രകളത്രമിത്രാർത്ഥവിഭൂതി കൊണ്ടെത്രയും ദർപ്പിതരായുള്ള മാനുഷർ രാമരാമേതി ജപിക്കയില്ലെന്നുമേ. രാമനാമം മേ ജപിക്കായി വരേണമേ. നിത്യം നിവൃത്തഗുണത്രയമാർഗായ നിത്യായ നിഷ്കിഞ്ചനാർത്ഥായ തേ നമഃ. സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനേ സീതാഭിരാമായ തേ നമഃ. വേദാത്മകം കാമരൂപിണമീശാനമാദിമധ്യാന്തവിവർജിതം സർവത്ര മന്യേ സമം ചരന്തം പുരുഷം പരം. നിന്നെ നിനക്കൊഴിഞ്ഞാർക്കറിഞ്ഞിടാവൂ. മർത്യവിഡംബനം ദേവതേ ചേഷ്ടിതം ചിത്തേ നിരൂപിക്കലെന്തറിയാവതും. ത്വന്മായയാ പിഹിതാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനി ബഹുവിധം. ജന്മവും കർത്തൃത്വവും ചെറുതില്ലാതെ നിർമ്മലാത്മാവാം ഭവാനവസ്ഥാന്തരേ. ദേവതിഥ്യങ് മനുജാതികളിൽ ജനിച്ചേവമാദ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്വതും. നിന്മഹാമായാവിഡംബനം നിർണയം കൽമഷഹീന കരുണാനിധേ വിഭോ. മേദിനി തന്നിൽ വിചിത്രവേഷത്തൊടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ. ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും തുൽക്കഥാ പീയൂഷപാനസിദ്ധിക്കെന്നു ചൊല്ലുന്നിതു ചിലർ. മറ്റു ചിലരിഹ ചൊല്ലുന്നിതു ഭുവി കോസലഭൂപതി തന്നെ ഘോരതപോബലസിദ്ധയേ നിർണയമെന്നു ചിലർ പറയുന്നിതു. കൗസല്യയാൽ പ്രാർത്ഥ്യമാനനായിട്ടിഹ മൈഥിലി ഭാഗ്യസിദ്ധിക്കെന്നിതു ചിലർ. സ്രഷ്ടാവു താനപേക്ഷിക്കയാൽ വന്നിഹ ദുഷ്ടനിശാചരവംശമൊടുക്കുവാൻ. മർത്യനായി വന്നു പിറന്നിതു നിർണയം പൃഥ്വിയിലെന്നു ചിലർ പറയുന്നിതും. ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂഭാരനാശത്തിനെന്നിതു ചിലർ. ധർമ്മത്തെ രക്ഷിച്ച ധർമ്മത്തെ നീക്കുവാൻ
കർമ്മസാക്ഷി കുലത്തിങ്കൽ പിറന്നിതു ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻ പോടു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ എന്നു ചൊല്ലുന്നിതു ദിവ്യമുനി ജനമൊന്നും തിരിച്ചറിയാവതുമല്ലമേ. യാതൊരുത്തൻ തൊൽക്കഥകൾ ചൊല്ലുന്നതും ആദരവോടു കേൾക്കുന്നതും നിത്യമായി നൂനം ഭവാർണവത്തെ കടന്നിടുവാൻ കാണാം അവനു നിൻ പാദപങ്കേരുഹം. ത്വന്മഹാമായ ഗുണബദ്ധയാകയാൽ ചിന്മയമായ ഭവൽ സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ളവണ്ണമറിഞ്ഞിടുന്നതെങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതുമഹോ. ശ്യാമളം കോമളം ബാണധനുർധരം രാമം സഹോദരസേവിതം രാഘവം സുഗ്രീവ മുഖ്യകപികുലസേവിതമഗ്രേ ഭവന്തം നമസ്യാമി സാമ്പ്രതം. രാമായ രാമഭദ്രായ നമോ നമഃ രാമചന്ദ്രായ നമസ്തേ നമോ നമഃ. ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗലവാചാ നമസ്കരിച്ചിടിനാൾ. മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം യോഗിനിയോടരുളി ചെയ്തു. സന്തുഷ്ടനായേനഹം തവ ഭക്തി കൊണ്ടെന്തോന്നു മാനസേ കാംക്ഷിതം ചൊല്ലു നീ എന്നതു കേട്ടവളും പറഞ്ഞിടിനാൾ. ഇന്നു വന്നു മമ കാംക്ഷിതമൊക്കവേ എത്ര കുത്രാപി വസിക്കലും ത്വൽപാദഭക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം. ത്വൽപാദഭക്തഭൃത്യേഷു സംഘം പുനരുൾപോവിലെപ്പോഴുമുണ്ടാകയും വേണം. പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമമേകദാ സംഭവിച്ചിടായ മാനസേ. രാമ രാമേതി ജപിക്കായി വരേണമേ രാമപാദേ രമിക്കേണമെൻ മാനസം. സീതാസുമിത്രാത്മജാന്വിതം രാഘവം പീതവസ്ത്രം ചാപബാണാസനധരം ചാരുമകുടകടകടിസൂത്രഹാരമകരമണിമയകുണ്ടലനൂപുരഹേമാംഗദാദിവിഭൂഷണശോഭിതരൂപം വസിക്കമേ മാനസേ. മറ്റെനിക്കേതുമേ വേണ്ടാവരം വിഭോ പറ്റായ്ക ദുസ്സംഗമുള്ളിലൊരിക്കലും. ശ്രീരാമദേവനതു കേട്ടവളോടു ചാരുമന്ദസ്മിതം പൂണ്ടരുളി ചെയ്തു. ഏവം ഭവിക്ക നിനക്കു മഹാഭാഗ്യേ ദേവി നീ പോക ബദര്യാശ്രമസ്ഥലേ. തത്രൈവ നിത്യമെന്നെ ധ്യാനവും ചെയ്തു മുക്ത്വാ കളേബരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കൽ പരമാത്മനി കേവലേ തീരും ജനന മരണ ദുഃഖങ്ങളും. ശ്രുത്വാ രഘൂത്തമവാക്യാമൃതം മുദാ ഗത്വാ തദൈവ ബദര്യാശ്രമസ്ഥലേ. ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണപദം പ്രാപിച്ചിതവ്യയം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. അംഗദാദികളുടെ സംശയം. മർക്കടസഞ്ജയം ദേവിയെ ആരാഞ്ഞു വൃക്ഷഷണ്ഡേഷു വസിക്കും ദശാന്തരേ. എത്ര ദിവസം കഴിഞ്ഞിതെന്നും ധരാപുത്രിയെ എങ്ങുമേ കണ്ടുകിട്ടായ്കയും ചിന്തിച്ചു ഖേദിച്ചു താരാസുതൻ നിജബന്ധുക്കളായുള്ളവരോടു ചൊല്ലിനാൻ. പാതാളമുൾപ്പുക്കുഴന്നു നടന്നു നാമേതുമറിഞ്ഞേല വാസരം പോയതും. മാസമതീതമായി വന്നിതു നിർണയം ഭൂസുതയെ കണ്ടറിഞ്ഞതുമില്ല നാം. രാജനിയോഗമനുഷ്ഠിയാതെ
വൃഥാ രാജധാനിക്കു നാം ചെല്ലുകിലെന്നുമേ നിഗ്രഹിച്ചിടുമതിനില്ല സംശയം. സുഗ്രീവ ശാസനം നിഷ്ഫലമായി വരാൻ പിന്നെ വിശേഷിച്ചു ശത്രുതനയനാമെന്നെ വധിക്കുമതിനില്ലൊരന്തരം. എന്നിലവനൊരു സമ്മോദമെന്തുള്ളതെന്നെ രക്ഷിച്ചതു രാമൻ തിരുവടി. രാമകാര്യത്തെയും സാധിയാതെ ചെൽകിൽ മാമക ജീവനം രക്ഷിക്കയില്ലവൻ. മാതാവിനോടു സമാനയാകും നിജഭ്രാതാവു തന്നെ ഭാര്യയെ നിസ്ത്രപം പ്രാപിച്ചു വാഴുന്ന വാനരപുങ്കവൻ. പാപി ദുരാത്മാവിനെന്തരുതാത്തതും തൽപാർശ്വദേശേ ഗമിക്കുന്നതില്ല. ഞാനിപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ. വല്ല പ്രകാരവും നിങ്ങൾ പൊയ്ക്കൊള്ളുന്നു ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യ ദുഃഖേന ബാഷ്പം തുടച്ചൻ പോടു ചൊല്ലിനാർ മിത്രഭാവത്തോടു സത്വരം. ദുഃഖിക്കരുതൊരു ജാതിയുമിങ്ങനെ രക്ഷിപ്പതിനുണ്ടു ഞങ്ങളറിക നീ. ഇന്നു നാം പോന്ന ഗുഹയിലകം പുക്കു നന്നായി സുഖിച്ചു വസിക്കാം വയം ചിരം. സർവസൗഭാഗ്യ സമന്യുതമായോരു ദിവ്യപുരമതു ദേവലോകോപമം. ആരാലുമില്ലൊരു നാളും ഭയം സഖേ താരേയ പോകനാം വൈകരുതേതുമേ. അംഗദൻ തന്നോടിവണ്ണം കപികുലപുങ്കവന്മാർ പറയുന്നതു കേൾക്കയാൽ ഇംഗിതജ്ഞൻ നയകോവിദൻ വാതജനംഗദനെ തഴുകിപ്പറഞ്ഞിടിനാൻ. എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിതമന്ധകാരങ്ങൾ നിനക്കായി വിനാരുമേ. ശ്രീരാമനേറ്റം പ്രിയൻ ഭവാൻ എന്നുടെ താരാസുതനെന്നു തന്മാനസേ സദാ. പാരം വളർന്നൊരു വാത്സല്യമുണ്ടതു നേരെ ധരിച്ചില്ല ഞാനൊഴിഞ്ഞാരുമേ. സൗമിത്രിയേക്കാളതിപ്രിയൻ നീ തവ സാമർത്ഥ്യവും തിരുവുള്ളത്തിലുണ്ടടോ. പ്രേമത്തിനേതുമിളക്കമുണ്ടായി വരാ ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടൂ. ആകയാൽ ഭീതി ഭവാനൊരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാ സഖേ. ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമെല്ലാരിലും. വ്യാകുലമുള്ളിലുണ്ടാകരുതേതുമേ നാഗാധിപാത്മജനന്ദന കേളിതം. ഞാനും തവ ഹിതത്തിങ്കൽ പ്രസക്തനജ്ഞാനികൾ വാക്കു കേട്ടേതും ഭ്രമിക്കൊല. ഹാനിവരായി വാൻ ഗുഹയിൽ വസിക്കുന്നു വാനരൗകം പറഞ്ഞിലയോ ചൊല്ലു നീ. രാഘവാസ്ത്രത്തിനഭേദ്യമായൊന്നുമേ ലോകത്രയത്തിങ്കലില്ലെന്നറിയ നീ. അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമയരുതേതുമേ. ആപത്തു വന്നടുത്തിടുന്ന കാലത്തു ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം. ദുർജനത്തെക്കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടു വിപരീത ഭാവവും ദേവദ്വിജകുലധർമ്മ വിദ്വേഷവും പൂർവബന്ധുക്കളിൽ വാച്ചൊരു വൈരവും വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിനു കർത്തൃത്വവും തനിക്കായി വന്നുകൂടുമേ. അത്യന്തഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തമമ്പോടു ചൊല്ലുവൻ കേൾക്ക നീ. ശ്രീരാമദേവൻ മനുഷ്യനല്ലോർക്കെടോ നാരായണൻ പരമാത്മാ ജഗന്മയൻ. മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണു ജായാ
സകല ജഗന്മോഹകാരിണി സീതയാകുന്നതു ലക്ഷ്മണനും ജഗദാധാരഭൂതനായുള്ള ഫണീശ്വരൻ ശേഷൻ ജഗൽ സ്വരൂപൻ ഭുവി മാനുഷവേഷമായി വന്നു പിറന്നിതയോധ്യയിൽ. രക്ഷോഗണത്തെയൊടുക്കി ജഗത്രയ രക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ചനാൽ പ്രാർത്ഥിതനാകയാൽ പാർത്ഥിവപുത്രനായി മാർത്താണ്ഡഗോത്രത്തിലാർത്തപരായണൻ ശ്രീകണ്ഠസേവ്യൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ മർത്യനായി വന്നിങ്ങവതരിച്ചിടിനാൻ ഭൃത്യവർഗം നാം പരിചരിച്ചിടുവാൻ. ഭർതൃനിയോഗേന വാനരവേഷമായി പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നതും പണ്ടു നാമേറ്റം തപസ്സു ചെയ്തീശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നെ പാരിഷദന്മാരുടെ പദം തന്നതിലെപ്പോഴും പരിചരിച്ചിന്നിയും വൈകുണ്ഠലോകം ഗമിച്ചു വാണിടുവാൻ വൈകേണ്ടതേതുമില്ലെന്നറിഞ്ഞിടു നീ. അംഗദനോടീ വണ്ണം പവനാത്മജൻ മംഗളവാക്കുകൾ ചൊല്ലി പലതരം ആശ്വസിപ്പിച്ചുടൻ വിന്ധ്യാചലം പുക്കു കാശ്യപീപുത്രയെ നോക്കി നോക്കി ദ്രുതം ദക്ഷിണവാരിധി തീരം മനോഹരം പുക്കു മാഹേന്ദ്രാചലേന്ദ്രപദം മുദാ. ദുസ്തരമേറ്റമഗാധം ഭയങ്കരം ദുഷ്പ്രാപമാലോക്യമർക്കടസഞ്ചയം വൃത്രാരിപുത്രാത്മജാതികളൊക്കെയും ത്രസ്തരായത്യാകുലം പൂണ്ടിരുന്നുടൻ. ചിന്തിച്ചു മന്ത്രിച്ചിതന്യോന്യമെന്തിനിച്ചൈവതു സന്തതമോർക്കനാം. ഗഹ്വരം പുക്കു പരിഭ്രമിച്ചെത്രയും വിഹ്വലന്മാരായി കഴിഞ്ഞിതു മാസവും. തണ്ടാരിൽ മാതിനെ കണ്ടീല നാം ദശകണ്ഠനെയും കണ്ടു കിട്ടീല കുത്രച്ചിൽ. സുഗ്രീവനും തീക്ഷ്ണദണ്ഡനത്രേതുലോം നിഗ്രഹിച്ചിടുമവൻ നമ്മെ നിർണയം. ക്രുദ്ധനായുള്ള സുഗ്രീവൻ വധിക്കയിൽ നിത്യോപവാസേന മൃത്യു ഭവിപ്പതു മുക്തിക്കു നല്ലോ നമുക്കു പാർത്തോളമിന്നിത്തം നിരൂപിച്ചുറച്ചു കപീകുലം. ദർഭവിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മെ എന്നോർത്തവർ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര